തടവിൽ കഴിയുന്ന എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കുമെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് ഉറപ്പു നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും നെതന്യാഹു. ഹമാസ് വിട്ടുകൊടുത്ത മൃതദേഹം ഷെറി ബീബാസിന്റേതല്ലെന്ന് ഇസ്രായേൽ. ബന്ദികളുടെ മൃതദേഹങ്ങളുമായി പരേഡ് ചെയ്ത ഹമാസ് നടപടി വെറുപ്പുളവാക്കുന്നതെന്ന് UN മനുഷ്യാവകാശ കമ്മീഷൻ മേധാവി വോൾക്കർ ടർക്ക്. സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, പ്രതികരണങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് ഇന്നലെയാണ് 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ, അതായത് 2023 ഒക്ടോബർ 7 പിടികൂടിയ 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തത്. ഇതിൽ 4 പേരിൽ 2 മുതിർന്നവരും 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്, കൊച്ചുകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. 4 വയസ്സും 9 മാസവും പ്രായമുള്ള 2 കൊച്ചുകുട്ടികളും 2 മുതിർന്നവരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 32 വയസ്സുകാരിയായ ഈ കുട്ടികളുടെ അമ്മയുടെ മൃതദേഹം അതല്ല, യഥാർത്ഥ മൃതദേഹമല്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ അത് കൃത്യമായി അത് അറിയിക്കുകയും സർക്കാർ തലത്തിൽ അതല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം തന്നെ ഇത് കൃത്യമായി ഹമാസിനെ അറിയിക്കുകയും യഥാർത്ഥ മൃതദേഹം ഉടൻ വിട്ടു നൽകണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഷെറി ബീബാസിൻ്റെ മൃതദേഹമല്ല എന്ന് സ്ഥിരീകരിച്ച് ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും അത് ഇസ്രായേൽ പ്രതിരോധ സേന അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് ഇപ്പോൾ വളരെ കൃത്യമായി അതിനുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മറ്റൊരു സുപ്രധാന സംഭവം, വിട്ടുകൊടുത്ത മൃതദേഹം ഷെറി ബീബാസിൻ്റേതല്ലെന്ന് മാത്രമല്ല, അത് ഒക്ടോബർ 27 പിടികൂടിയ അല്ലെങ്കിൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ ബന്ദികളിൽ ആരുടേതുമല്ല, ഇസ്രായേലികളുടെ ഇതുപോലുമല്ല മൃതദേഹം എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തീർത്തും നിരുത്തരവാദപരമായ രീതിയിൽ മൃതദേഹം കൈകാര്യം ചെയ്തത് വലിയൊരു കുറ്റകൃത്യമായി അല്ലെങ്കിൽ ഒരു വീഴ്ചയായി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഷെറി ബീബാസിൻ്റെ മൃതദേഹം കിട്ടിയിട്ടുമില്ല, അവർക്ക് ലഭ്യമായിട്ടുമില്ല. തുടർന്നുള്ള ചടങ്ങുകളൊന്നും നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മൃതദേഹം കൈമാറുന്നത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എതിർപ്പുകളും വിളിച്ചു വരുത്തിയിരുന്നു. മൃതദേഹങ്ങളുമായി പരേഡ് ചെയ്യുന്ന രീതികളും അത്തരത്തിലുള്ള ചില പ്രകടനങ്ങളുമെല്ലാം തന്നെ, ചില പ്രകടനപരമായ നീക്കങ്ങളെല്ലാം തന്നെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ഒട്ടും അംഗീകരിക്കാനാവുന്നതല്ല. മരിച്ചവരുടെ അന്തസ്സിനെയും അവരുടെ സ്വകാര്യതയെയും ലംഘിക്കുന്നതും മൃതദേഹത്തോടുള്ള അനാദരവ് കാണിക്കുന്നതുമായ നടപടിയായി പോയി എന്നാണ് UN മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വോൾക്കർ ടക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിലപാടിനെ കൃത്യമായും ഐക്യരാഷ്ട്രസഭ കർശനമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ അതിനെ അപലപിക്കുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന സംഭവവികാസം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്, ഈ 4 പേരുടെ മരണത്തിൽ പങ്കുചേരുന്നു അല്ലെങ്കിൽ അവരുടെ മരണത്തെ തുടർന്നുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് കൃത്യമായി അറിയിക്കുന്നതോടൊപ്പം ഇനി അത്തരത്തിലൊരു ദുരനുഭവം ഇസ്രായേലിന് ഉണ്ടാകാതിരിക്കാൻ എല്ലാ ബന്ദികളുടെയും മോചനം സാധ്യമാക്കും, അവരുടെ ജീവനോടെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പൂർണ്ണമായ ശ്രമം നടത്തുമെന്നാണ് ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി. അത്തരത്തിൽ ഈ മൃതദേഹം കൈമാറിയത് സംബന്ധിച്ച സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. അതിനെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ എതിർപ്പ് അതിനെതിരെ അത്തരത്തിലുള്ള നടപടികൾ, മൃതദേഹത്തെ അനാദരിച്ച് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള മൃതദേഹത്തോടുള്ള അനാദരവിനെതിരെ ഉയർന്നു വരുന്നു. മറ്റൊരു സംഭവ വികാസമായി ഇപ്പോൾ പറയാവുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ മുഴുവൻ ബന്ദികളുടെയും മോചനം ഉടൻ സാധ്യമാക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയ ഒരു വാഗ്ദാനവുമാണ്. വീണ. ഓക്കെ, ശരിയായി.